ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി. ജനറൽ സർവീസൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ജനറൽ സർവീസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് ഫോർക്ക് ഓൾറെഡി ആക്ഷൻ ഉണ്ടായില്ല, ഒട്ടും വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യാനും നമുക്ക് കോൺസെപ്റ്റ് ഹാൻഡിലിൻ്റെ ബെയറിങ്ങൊക്കെ അത്യാവശ്യം തുരുമ്പിട്ടൊരവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. കാരണം ഞാൻ അത് ഷോക്ക് വർക്ക് ചെയ്യാണ്ട് വരുമ്പോൾ തന്നെ ഓൾറെഡി കോൺസെപ്റ്റ് കംപ്ലയിൻറ്റിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചാണ്. ആ വീൽ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്, കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, ഫോർക്കിൻ്റെ ഓയിൽ വിത്ത് ഓയിൽസിൽ മാറ്റാൻ വേണ്ടി അയച്ചാൽ. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഫോർക്കിൻ്റെ പൈപ്പ് ഈ റെഡ് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. അവിടെ ചെറിയൊരു സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓയിൽസീൽ മാറ്റിയിട്ട് നിൽക്കില്ല. കാരണം ഓയിൽസീൽ മാത്രം മാറ്റിയാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് ഈ ഫോർക്ക് പൈപ്പ് മാറ്റിയിട്ട് വേണം ഓയിൽസീൽ മാറ്റാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് കൂടുതലായിട്ട് ലീക്ക് കാണാം. അത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫോർക്കിൻ്റെ പൈപ്പ് ഒരെണ്ണം മാറ്റണം. ഈ ഫോർക്കിൻ്റെ ഓയിൽസീൽ എന്ന് പറഞ്ഞ ഐറ്റം, അതേപോലെ വീൽ ബെയറിങ്, കോൺസെപ്റ്റ് അതെല്ലാം കൂടിയിട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓൾറെഡി നമുക്കത് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ബ്രാക്കറ്റ് എനിക്കൊന്നും ഇടി കൊണ്ടിട്ട് ഇവിടെ ബെൻഡായിട്ടൊക്കെ ഇരിക്കട്ടെ. അത് നമുക്ക് ആയിട്ട് ഉണ്ടെന്നുണ്ട്, വലിയ എമൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി അത് ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ. കാരണം ഞാൻ ഫ്രണ്ട് ഭാഗം എന്തെങ്കിലും അഴിച്ചേക്കാണ്. അപ്പോൾ ആ ഒരു ലേബറിൽ തന്നെ വിളിച്ച് അത് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ വില ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടിയും എനിക്ക് തോന്നുന്നു 300 ചില്ലാൻ രൂപ വരാനാണ് സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ആ കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് പോകണമായിരിക്കും നല്ലത്. പിന്നെ അത്യാവശ്യം നമുക്കൊന്ന് വാട്ടർ സർവീസും ചെയ്തെടുക്കാനുണ്ട്. ഈ ഭാഗമൊക്കെ ഈ കവറൊക്കെ സൈഡ് കവറൊക്കെ അഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്യാനുണ്ട്. കാരണം നല്ല രീതിയിൽ ചെളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്തേക്കാം. പിന്നെ ഫ്രണ്ട് മൺകാടിൻ്റെ ബ്രാക്കറ്റൊക്കെ തുരുമ്പിട്ട് ഈ ചാണകം ഇരുന്ന് തുരുമ്പിട്ട് മൊത്തത്തിൽ ഒടിഞ്ഞു അങ്ങനെ. അപ്പോൾ അത് നമുക്ക് മാറ്റി പുതിയ തീർന്നു. അപ്പോൾ അവർക്ക് തീർന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രണ്ട് അഴിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് നമ്മൾ പറഞ്ഞ എസ്റ്റിമേറ്റിൽ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അതും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് ഇടാം കേട്ടോ.